അങ്ങനെ യോഗാഭ്യാസത്തിൽ കൂടിയിട്ട് നമുക്ക് ഇന്ദ്രിയ ജയം സാധ്യമാവും. സന്തോഷം കൊണ്ട് തൃഷ്ണയെ ജയിക്കാൻ പറ്റും. ഉത്സാഹം കൊണ്ട് ആലസ്യം, മടി, ഒരു കാര്യം ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുള്ള ഒരവസ്ഥ, ആലസ്യം, അതിനെ നീക്കണം ഉത്സാഹം കൊണ്ട്. അതുപോലെ അമിതമായിട്ടുള്ള സംഭാഷണം ചെയ്യുന്ന ഒരു പ്രവണത എന്നാണ്, അധികമായിട്ട് സംസാരിക്കുക, അതും ഒഴിവാക്കണം. അപ്പം മൗനം ശീലിക്കണം എന്നാണ്. അഷ്ടാംഗയോഗത്തിലൊക്കെ പറയും മൗനം എന്നുള്ളത് ഒരു വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് എന്നാണ്, മൗനം ശീലിക്കുക എന്നത്. ധൈര്യം കൊണ്ട് ഭയത്തെ ജയിക്കണം, ബുദ്ധി കൊണ്ട് വാക്കിനെയും മനസ്സിനെയും ജയിക്കണം, ജ്ഞാനദൃഷ്ടി കൊണ്ടാണ് ബുദ്ധിയെ ജയിക്കേണ്ടത്. ഇത്തരത്തിൽ വിജ്ഞന്മാരായിട്ടുള്ളവർ ഈ കാമം, ക്രോധം, ലോഭം ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് വാക്കിനെ അടക്കിയിട്ട് വേണം ഇരിക്കാൻ എന്നാണ്. ദാനം, സത്യം, ഹ്രീ, ആർജവം, ക്ഷമ, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ആഹാരശുദ്ധി, ഇതൊക്കെ തന്നെ നമുക്ക് തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്, അത് പാപത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെ പാപം നശിപ്പിച്ച് തേജസ്വിയായിട്ട്, ലഘ്വാഹാരിയായിട്ട്, ജിതേന്ദ്രിയനായിട്ട്, അമിതമായി ആഹാരം കഴിച്ചാൽ അത് ആരോഗ്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് പലപ്പോഴും സമൂഹത്തിൽ. നാം ചെയ്യുന്ന കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരുവന് ഊർജം അധികം ആവശ്യമുണ്ട്. ഭാരമെടുക്കുന്നവർ, തുടർച്ചയായിട്ട് ഒരുപാട് സമയം ശരീരം കൊണ്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്നവർ, അവർക്കൊക്കെ അത്രയ്ക്കും അധികം ഊർജം വേണ്ടതാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഓരോ പ്രദേശത്തും അവിടുത്തെ ഭക്ഷണ രീതികൾ ഉരുവപ്പെട്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് കാണാൻ പറ്റും. പിന്നെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അധികം ജോലികളൊന്നും ചെയ്യാതെ ശരീരം കൊണ്ട് അധികം ജോലികളില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം ലഘു ആഹാരമാണ് നല്ലത്. നേരെ മറിച്ച് ശരീരം കൊണ്ടിൽ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരുവന് അതിനനുസരിച്ചിട്ടുള്ള ആഹാരം സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ അവരവരുടെ ശരീരത്തിന്റെ ഊർജം എങ്ങനെ ചെലവഴിക്കുന്നു എന്നനുസരിച്ചിട്ട് ആഹാരശീലത്തെ സ്വീകരിക്കുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, കാമക്രോധങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, അമൂഢത്വം, അസംഗിത്വം, കാമക്രോധ വിവർജനം, ദൈന്യഹീനത, ക്ഷമ, ഇതൊക്കെ മോക്ഷ ഉപായമായിട്ടാണ് പറയുക. പ്രസന്നമായിട്ടിരിക്കുക, നിർമ്മലമായിട്ടിരിക്കുക, ശുചിയായിട്ടിരിക്കുക, മനസ്സ് ശുദ്ധമായിട്ടിരിക്കുക, വാക്കിനെ അടക്കുക, മനസ്സിനെ അടക്കുക, ശരീരത്തിനെ അടക്കുക. അപ്പൊ അതിന് ഉദാഹരണമായിട്ടൊരിക്കൽ നാരദനും അസിതനായിട്ടുള്ള ദേവലനും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തെ പറയുകയാണ്. അതിവിടെ ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചു. ഓരോ ജീവിക്കും പലതരത്തിലുള്ള ഭാവം ഉണ്ട് എന്നാണ്. ഇന്ദ്രിയങ്ങളും അവയുടെ കർമ്മങ്ങളും ഇതൊക്കെ പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശരീരത്തിൽ വർത്തിക്കുന്നതായ ഒരു ചൈതന്യം, ദേഹത്തിൽ ഇരിക്കുന്നതായ ചൈതന്യത്തിന് ദേഹി എന്നാണ് പറയുക. ആ ജീവൻ ശരീരത്തോടു കൂടി ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ഈ ശരീരം കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയൂ. എപ്പോഴാണോ ആ ചൈതന്യം വിട്ടുപോകുന്നത് അതോടുകൂടി ഈ ശരീരം, ഈ ദേഹം വീണുപോകുന്നു എന്നാണ്. അപ്പോഴാണ് പഞ്ചഭൂതാത്മകമായ, പഞ്ചഭൂത സഞ്ചിതമായ ശരീരം, ഇത് ജലവും അഗ്നിയും വായുവും മൃത്തും ഒക്കെ കൂടിച്ചേർന്നതാണ്. പക്ഷെ ഇത് കേടുകൂടാതെ ഇങ്ങനെ കുറേ കാലം നിലനിൽക്കുന്നു ഈ ചൈതന്യത്തോടു കൂടിയിരിക്കുമ്പോൾ. ഏത് നിമിഷമാണോ ഈ ശരീരത്തിൽ നിന്ന് ചൈതന്യം ജീവൻ വിട്ടുപോകുന്നത് അതോടുകൂടി ഇത് ജീർണിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണാം. പിന്നെ പെട്ടെന്നാണത് അഴുകി ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ എത്ര അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ്
ഈ ശരീരം അതിൽ ജീവൻ ഉള്ളിടത്തോളം അത് ദീർഘകാലം കേടുകൂടാതെ നിലനിന്നു. എന്നാൽ ആ ജീവൻ വിട്ടുപോയാൽ നേരത്തോട് നേരം കഴിയുമ്പോഴേക്കും അത് ജീർണിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ പഞ്ചഭൂതാത്മകമായ ശരീരം അത് ഒരു ഉപകരണം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരു ശരീരം വിട്ടുകഴിഞ്ഞാൽ ജീവന് വീണ്ടും കർമ്മപ്രാരബ്ധമനുസരിച്ച് കർമ്മബന്ധമനുസരിച്ചിട്ടാണ് അടുത്ത ശരീരത്തെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതുപോലെ? ദേഹം വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ എന്നൊക്കെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് കർമ്മബന്ധമനുസരിച്ച് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഈ പഴയ ഉപകരണം, ഈ പഴയ ശരീരം, ജീർണിച്ച ശരീരം അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യം ബാധിച്ച ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് ജീവൻ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നത് എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ശരീരവുമായി ദേഹവുമായി ഒരു വലിയ ബന്ധമില്ല. താൽക്കാലികമായി നമുക്ക് പ്രവർത്തിക്കാൻ ഇരിക്കാൻ വേണ്ടി കിട്ടിയതായ ഒരു സങ്കേതം മാത്രമാണ്. അത് ഏതുപോലെയാണ്? ഇവിടെ പറഞ്ഞു, ഒരു ഗൃഹം വളരെ പഴയതായി നമ്മൾ താമസിച്ചു കൊണ്ടിരുന്ന ഗൃഹമെങ്കിൽ അത് ജീർണാവസ്ഥയിലായി അത് ഇടിഞ്ഞു വീഴാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റൊരു ഗൃഹത്തിലേക്ക് മാറും. അതുപോലെയാണ് ഈ ശരീരത്തെ വിട്ട് പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുന്നത് എന്ന്. അപ്പൊ അതിനെന്തിനാണ് ദുഃഖിക്കുന്നത്? അതാണ് ഇവിടെ ചോദ്യം. ഒരു പഴയ വാസസ്ഥലം വിട്ട് നമുക്കൊരു പുതിയ വാസസ്ഥലത്തിലേക്കാണ് ചേക്കേറാൻ പറ്റുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ആരും വിലപിക്കാറില്ല. അതേപോലെ മാത്രമാണ് ഈ മരണം എന്ന് പറയുന്നത്. ഈ ജീവന് ഇവിടെ സഹായത്തിനാരുമില്ല, ഏകനാണ്. ഇനി ജീവനെ സംബന്ധിച്ചിടത്തോളം ജനനമരണങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ ഇല്ല. ശരിക്കും ഒരു ഇടം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നത്, ഇപ്പോൾ ഒരു പഴയ വീടിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ വീടാണ് അവിടെ നമ്മൾ തള്ളിക്കളയുന്നത്. നമ്മൾ അവിടെ തന്നെ ഉണ്ട്, മറ്റൊരിടത്തേക്ക് മാറി എന്നേ ഉള്ളൂ. അതേപോലെയാണ് ജീവനെ സംബന്ധിച്ചിടത്തോളം ജനനമരണങ്ങളില്ല. ഈ ശരീരം സ്വീകരിക്കലാണ് അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കലാണ് ജനനമരണങ്ങളായിട്ട് നമ്മൾ ധരിക്കുന്നത്. ഇനി ഒരു സമയത്ത് ഈ ജീവന് എന്താണ് പരമമായ ഗതി ലഭിക്കുന്നു എന്നാണ്. പല ശരീരങ്ങളെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം, അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ഉണ്ടായി നിലനിന്ന് നശിച്ച് വീണ്ടും ഉണ്ടായി നിലനിന്ന് നശിച്ച് ഈ ഒരു ഭ്രമണം ഒരു സമയമാവുമ്പോൾ നിലയ്ക്കും, അല്ലെങ്കിൽ അതിനെ വിടും. ആ ജീവൻ മുക്തിയെ പ്രാപിക്കും എന്നാണ്, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പൊ പുണ്യപാപങ്ങളുടെ ക്ഷയം ആണ് വേണ്ടത്. അതിനുള്ള മാർഗം ഇപ്പൊ സാഖ്യം പോലുള്ള യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുണ്യപാപങ്ങളൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ ജീവന് മുക്തിയെ നേടാൻ കഴിയുന്നു എന്ന് പറഞ്ഞു. ഇനി വീണ്ടും തൃഷ്ണാത്യാഗത്തെക്കുറിച്ച് ഉദാഹരിക്കുകയാണ്. മാണ്ഡവ്യൻ എന്ന മഹർഷി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വിദേഹ രാജാവ് ജനകൻ പറയുന്ന മറുപടി എന്നാണ്. ജനകൻ പറയുന്ന, ജനക മഹാരാജാവിന്റെ ഗുരുവായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശത്തെ കൊടുത്തതായ ഒരു മഹാത്മാവാണ് അഷ്ടാവക്രൻ. ഈ അഷ്ടാവക്ര മഹർഷി ജനകന് കൊടുക്കുന്ന ഉപദേശമാണ് അഷ്ടാവക്ര ഗീത എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്ന ഒരു ചക്രവർത്തിയാണ്. ലോകത്തിൽ നമ്മളെപ്പോലെ തന്നെ ജീവിച്ച ആളാണ്, കുടുംബമായിട്ട് രാജ്യഭരണം ചെയ്തുകൊണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ജ്ഞാനിയായി ദേഹവുമായി ബന്ധമില്ലാതെ വിദേഹനായി ജീവിച്ച ആളാണ്.